വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ സെറ്റ് എക്സാമിൻ്റെ സീരീസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇസ്ലാമിക് തോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടോപ്പിക് വൈസ് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇസ്ലാമിക് തോട്ട്. ഇസ്ലാമിക് തോട്ട് എന്നൊരു കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ മിഡീവൽ പീരീഡിലാണ്. ദാറ്റ് ഈസ് ഇൻ 6th സെഞ്ച്വറി ടു 18th സെഞ്ച്വറി പീരീഡ്. ഈ ഒരു കാലയളവിലാണ്, അതായത് മിഡീവൽ പീരീഡിലാണ് നമ്മുടെ ഇസ്ലാമിക് തോട്ട് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഈ കൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് തോട്ട് ആരാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മുഗൾ ഡൈനാസ്റ്റിയിലുള്ള ബാർബറാണ് 1526 ഇസ്ലാമിക് തോട്ട് കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇസ്ലാമിക് തോട്ട് ഇസ് ബാർബർ. ഇനി ഈ ഇസ്ലാമിക് തോട്ടിൽ ഇസ്ലാമിക് വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ആ ഇസ്ലാമിക് വാല്യൂസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇക്വിറ്റി, ജസ്റ്റിസ്, ട്രൂത്ത്ഫുൾനെസ്, ഹോണസ്റ്റി. ഇതാണ് ഇസ്ലാമിക് വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇസ്ലാമിക് തോട്ടിൽ 2 എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് മക്തബം, രണ്ടാമത്തേത് മദ്രസയാണ്. ഈ മക്തബ് എന്ന് പറയുന്നത് ഓൾവേസ് അസോസിയേറ്റഡ് മോസ്ക്, അതായത് ഇൻഡിവിജ്വലി റണ്ണിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മക്തബ് എന്ന് പറയുന്നത്. പള്ളിയോടൊക്കെ ചേർന്ന് ഉള്ള സ്ഥാപനങ്ങൾ. അതെന്താ മക്തബിലെന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അതായത് ഒരു മൗലിയറുണ്ട് അവിടെ. ആ മൗലിയർ അണ്ടറിലാണ് ഇവിടെ വിദ്യാഭ്യാസം നൽകുന്നത്. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഖുറാനും ആൽഫബറ്റ്സും ആണ് പഠിപ്പിക്കുന്നത്. അറബിക്ക്, പേർഷ്യൻ ലാംഗ്വേജ് ഒക്കെയാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്തബ് എന്ന് പറയുന്നത് പ്രൈമറിയാണ്, വിച്ച് ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് ടു മോസ്ക്. പിന്നെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആയിട്ട് റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മക്തബ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് മദ്രസയാണ്. അവിടെ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അതായത് അറബിക് വേർഡ്സ്, ലെക്ചേഴ്സ്, അറബിക് ലെക്ചേഴ്സ് എല്ലാം കൊടുക്കുന്നു. അവിടെ എന്ന് പറയുന്നത് 10 മുതൽ 12 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷനാണ് ഈ മദ്രസയിൽ നൽകുന്നത്. അവിടെ 2 സബ്ജക്ട്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത് മെയിനായിട്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റിലീജിയസ് സബ്ജക്ട്സ് ആണ്. ദാറ്റ് ഇസ് ഖുറാൻ, ഇസ്ലാമിക് ലോസ് ഒക്കെയാണ്, നിയമങ്ങൾ, ആ കാര്യങ്ങൾ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്യുലറിസം ആണ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നത്. അതായത് സെക്യുലർ സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നത്, വിച്ച് ഇസ് ഫിലോസഫി, അഗ്രികൾച്ചർ, മാത്സ്, ജിയോഗ്രഫി, അർത്തമാറ്റിക്സ്, മെഡിസിൻസ്, അങ്ങനെ വിഷയങ്ങളാണ് എവിടെ പഠിപ്പിക്കുന്നത്? ഈ സെക്യുലർ സബ്ജക്ട്സിൽ പഠിപ്പിക്കുന്നത്. എവിടെയാണ്? മദ്രസയിൽ. ഓക്കെ, that is the 2 different education systems in Islamic thought. ഇനി ഇവിടെ നമ്മൾ ടീച്ചറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഉസ്താദ് എന്നും, സ്റ്റുഡൻസ് വിളിക്കുന്ന പേര് ഷാഗിദ് എന്നാണ്. ദാറ്റ് ഈസ് SHAGID, ഷാഗിദ്. പിന്നെ ഈ ഇസ്ലാമിക് തോട്ടിൽ വിമൻ എഡ്യൂക്കേഷനെ കുറിച്ചൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ദാറ്റ് ഈസ് ലെസ് വിമൻ എഡ്യൂക്കേഷനാണ് ഇസ്ലാമിസിലെ തോട്ടിൽ പറയുന്നത്. ദാറ്റ് ഈസ് വിമൻസിന് അത്ര എഡ്യൂക്കേഷനെ കുറിച്ചൊന്നും അവർ പരാമർശിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി ബിസ്മില്ലാ സെറിമണി ഉണ്ട്. അതായത് മൗലിയർ വന്നിട്ട് ആയത്തുകൾ ചൊല്ലും. അതാണ് ഇനിഷ്യേഷൻ സെറിമണി. ബിസ്മില്ലാ സെറിമണിയാണ് ഇനിഷ്യേഷൻ സെറിമണി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബുദ്ധിസത്തിലുള്ള ഇനിഷ്യേഷൻ സെറിമണിയുടെ പേരെന്താണ്? ഓർമ്മയുണ്ടോ ആർക്കേലും? എൻ്റെ പേരാണ് എന്താണ്? ഓർക്കുന്നുണ്ടോ? പബജ. ഓർമ്മയുണ്ടോ? ബുദ്ധിസത്തിലെ പബജയാണ് ഇനിഷ്യേഷൻ സെറിമണി എങ്കിൽ ഇസ്ലാമിക് തോട്ടിൽ ബിസ്മില്ലയാണ് ഇനിഷ്യേഷൻ സെറിമണി. ഓക്കെ, എപ്പോഴാണ് കൊടുക്കുന്നത്? 4 years, 4 months ആൻഡ് 4 days ഓഫ് ഓൾഡിലാണ് ഇനിഷ്യേഷൻ സെറിമണി ആയിട്ടുള്ള ബിസ്മില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മൗലിയർ വന്നിട്ട് ആയത്തുകൾ ചൊല്ലി സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നോക്കാൻ പോകുന്നത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഡെവലപ്പിംഗ് ലവ് ഫോർ മുസ്ലിം കൾച്ചർ ആൻഡ് റിലീജിയൻ. മുസ്ലിംസ് കൾച്ചറിനെ കുറിച്ചും റിലീജിയനെ കുറിച്ചും ഒരു സ്നേഹം വരാൻ പഠിപ്പിക്കുന്നു. നെക്സ്റ്റ്, എനേബിളിംഗ് ദ ഇൻഡിവിജ്വൽ ഫോർ ഇസ്ലാമിക് ലൈഫ്. അതായത് മുസ്ലിമായി എങ്ങനെ ജീവിക്കാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രിപ്പയറിംഗ് ദ സ്റ്റുഡൻസ് ഫോർ ദ നെക്സ്റ്റ് വേൾഡ്. അതായത് മരണാനന്തര ജീവിതത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അതിലേക്ക് എങ്ങനെ നല്ല രീതിയിൽ പോകാമെന്നും പഠിപ്പിക്കുന്നു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ദെൻ പ്രിപ്പയർ ഇൻഡിവിജ്വൽസ് ഫോർ റണ്ണിങ് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് ഈസ് നേതൃത്വ പാഠവം കൊടുക്കുന്നു. ദെൻ ക്യാരക്ടർ ഓഫ് പ്യൂപ്പിൾസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇത്രയാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത്.
ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ ഏത് ബുദ്ധിസത്തിനെ പോലെ വീട് വിടുന്നില്ല. ഓക്കെ, ദർ ഇസ് നോ ലീവിങ് ഓഫ് ഹോം. പകരം പോയി പഠിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. ദെൻ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ഉള്ളത് അല്ലെങ്കിൽ വെക്കുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റുഡൻസ്, ഈ ഉസ്താദ് ഓരോ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് ലെസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ദെൻ മോണിറ്ററിങ് സിസ്റ്റം ഫോർ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്, അതിന് ഓരോ കുട്ടീനെയും അവർ നിരീക്ഷിക്കുന്നു, പഠിപ്പിക്കുന്നു. ദെൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് വേറെ ക്വൈറ്റ് സിവിയർ, നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് കൊടുക്കും. ദെൻ ഇവർക്കൊരു ബുക്കുണ്ട്, ആ ഒരു വുഡൻ ബുക്കിൻ്റെ പേരാണ് തക്തീസ് അല്ലെങ്കിൽ താക്തീസ്, TAKTIS, താക്തീസ്. ഒരു വുഡൻ ബുക്കിൻ്റെ പേരാണ് താക്തീസ്. ദെൻ ഇത്രയാണ് ഇസ്ലാമിക് തോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ബാർബറാണ്. ദെൻ മുസ്ലിമിക് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. 2 എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി. പ്രൈമറി മക്തബാണെങ്കിൽ മദ്രസയിൽ സെക്കൻഡറി ആണ്. ദെൻ ടീച്ചറിന് ഉസ്താദെന്നും കുട്ടികളെ ഷാഹിദ് എന്നും വിളിക്കുന്നു. ബിസ്മില്ല ആണ് ഒരു ഇനിഷ്യേഷൻ സെറമണി എന്ന് പറയുന്നത്. 4 വയസ്സ് 4 മന്ത് 4 ഡേയ്സ് ഓൾഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, റിലേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്, ഡിസിപ്ലിൻ. പിന്നെ ഇവിടെ വുഡൻ ബുക്കിൻ്റെ പേരാണ് താക്തീസ്.